എന്താണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് മഞ്ജുഷയ്ക്ക് പറയാനുള്ളത് അതുകൂടി നോക്കാം നമുക്ക്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. പ്രവീൺ പുരുഷോത്തമൻ, മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ വീട്ടിലേക്ക് പ്രവീൺ 15-ാം തീയതിക്ക് ശേഷം പലതവണ പോയതാണ്. കുടുംബാംഗങ്ങളുമായി തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ CBI തയ്യാറാണ്. എന്നാൽ സർക്കാരിന് CBI വരേണ്ടതില്ല, SIT തന്നെ നന്നായി അന്വേഷിക്കുന്നുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തോടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനൊപ്പമെന്ന് പറഞ്ഞ സർക്കാർ. എന്താണ് കുടുംബം ഈ ഘട്ടത്തിൽ ഇന്ന് കോടതിയിൽ നിന്ന് വന്ന തീരുമാനം കൂടി അറിഞ്ഞ ശേഷം പറയുന്നത്? സുജിയ, നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ വാദം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വാദം നടക്കുമ്പോൾ പ്രധാനമായും ഹൈക്കോടതിയെ നവീൻ ബാബുവിന്റെ കുടുംബം അത് ബോധിപ്പിക്കാൻ പോകുന്നത് തങ്ങൾക്കുള്ള സംശയങ്ങൾ എന്തെല്ലാമാണ്. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ് എന്ന് തങ്ങൾ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തായിരിക്കാം. ഇതെല്ലാം കൃത്യമായും നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയുടെ അഭിഭാഷകൻ കൃത്യമായും കോടതിയെ ബോധ്യപ്പെടുത്തും. അതിനുള്ള തയ്യാറെടുപ്പുകളും അതിനുള്ള കാര്യങ്ങളുമൊക്കെ അവർ ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. പക്ഷേ സാധാരണ നാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ അതിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എങ്ങനെ മരണം സംഭവിച്ചു, ദേഹത്ത് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ, ആ ക്ഷതങ്ങൾ എത്രമാത്രമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ വിശദമായി തന്നെ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങി മരണം എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിൽ എന്തെങ്കിലും പരിക്കുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടില്ല. ഇക്കാര്യം കോടതിയെ കൃത്യമായും മഞ്ജുഷയുടെ അഭിഭാഷകൻ ബോധിപ്പിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴും ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴും കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. സാധാരണ ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ശരീരത്തെ എന്തൊക്കെ പരിക്കുകളുണ്ട്, അത് പുറമെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും അവരുടെ സാന്നിധ്യത്തിൽ ഈ ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല. അതായത് നവീൻ ബാബുവിന്റെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടായിരുന്നോ എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ഈ കുടുംബാംഗങ്ങൾക്കില്ല. അതിനെയും ആ കേസ് ഡയറിയൊക്കെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ ആ കേസ് ഡയറിയിൽ എന്തൊക്കെയാണോ കാര്യങ്ങളുള്ളത് അത് പോലീസ് ഹൈക്കോടതിയായിരിക്കും അറിയിക്കുക. ഈ കുടുംബാംഗങ്ങൾക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ല. എങ്കിൽ പോലും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല, അത് ദുരൂഹ മരണം തന്നെയാണ്, കൊലപാതകമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായും അവർ തുടക്കം മുതലേ പറയുന്ന ദുരൂഹതകളുണ്ട്, അന്വേഷണത്തിലെ അപാകതകളുണ്ട്. SIT മഞ്ജുഷയെ കാണാൻ വന്നത് SIT അന്വേഷണം ഏൽപ്പിച്ച് 20 ദിവസങ്ങൾക്കപ്പുറമാണ് എന്ന ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നതറിയാൻ നമുക്കും കാത്തിരിക്കാം. 12-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ വിശദമായ വാദം തുടങ്ങുന്നത്.